ഞാൻ ഇപ്പൊ എന്ത് പറയാനാണ്? എനിക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ ഓളാണ്ട് ഒഴിവാക്കിക്കാളാം. ഇതിപ്പോ തരാന്ന് പറഞ്ഞ ഫുള്ള് സ്വർണ്ണം ഒരു തന്നിട്ടില്ല. ഇക്കാന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളെ കുടുംബക്കാരെ വീട്ടിലൊക്കെ ആ പെണ്ണിന് കൊണ്ടുപോകാനൊരു മടിയാണ്. അതിന്റെ കളർ എവിടെ കെടുക്കണം, ആ പെണ്ണിന്റെ കളർ എവിടെ കെടുക്കണം? കറുത്തൊരു കരിമുട്ടി. എന്ത് പറയാനുമ്മ, ഇത് തലയിലായില്ലേ മോശം. എങ്ങനെയെങ്കിലേ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അല്ലെങ്കിൽ അവളെ പുരക്കാരെ തരാനുള്ള പണ്ടം തരട്ടെ. ആ നാശത്തിനെ ഇവിടെ നമുക്ക് ജോലിക്കാരിയെ നിർത്താം. അത് മോൻ പറഞ്ഞതേ ശരിയാണ്. ഇവളാവുമ്പോളെ ശമ്പളം കൊടുക്കണ്ടല്ല, 3 നേരം തിന്നാൻ കൊടുത്താൽ മതിയല്ല. എന്നാലേ മോൻ ചെന്നിട്ടേ ചായ കുടിക്കാൻ നോക്ക്. ഇമ്മണ്ട് ടേബിൾമ ചായ എടുത്ത് വെച്ചിട്ട് ഞാൻ ചെല്ലും. ഓ, തമ്പുരാട്ടിക്ക് ഇതുവരെ ഒരു റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ടില്ല തോന്നുന്നു. എന്താ ഇപ്പൊ ഈ അടുക്കളക്ക് എടുക്കണ കോലം? ഇവൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാനായില്ല റൂമിൽ. എന്താ കുറെ നേരം ആയാലും അടിച്ചു വരാനാന്നുള്ള പേരും പറഞ്ഞ് റൂമിൽ കേറിയിട്ട് ഒന്ന് തമ്പുരാട്ടി എങ്ങണ്ടാ? തിരുമ്പാൻ വേണ്ടി പോവുകയാണ്. തിരുമ്പാനാണെങ്കിലേ കല്ലുമ്മ തിരുമ്പിയാ മതി, വാഷിംഗ് മെഷീനിൽ തിരുമ്പാൻ നിക്കണ്ട. ഉമ്മ, നിങ്ങൾ എന്തിനാ ഉമ്മ എന്നോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ ചോദിച്ച പണ്ടും പണക്കിന്റെ വീട്ടുകാര് തന്നീല്, എന്നിട്ട് എന്തിനോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കണേ? എന്നോടെ വെറുപ്പ് മാത്രല്ലടി, എന്നെ കാണുമ്പോ തന്നെ ഇക്കും മോനക്ക് അറപ്പാണ്. ആ കറുത്ത മോന്തി, ആ കറുത്ത ചുണ്ടും കണ്ടാ തന്നെ മോത്തക്കോ നോക്കൂല, അമ്മട്ടം കറുപ്പും. എടി, ഇന്റെ മകന്റെ 7 അയലത്തേക്ക് വരാൻ പറ്റുക എനിക്ക് പറ്റൂല. ഇന്റെ മകന്റെ നിറം അവിടെ കിടക്കുന്നു, അന്റെ കറുപ്പ് അവിടെ കിടക്കുന്നു. ഇന്റെ മകൻ എന്നെ കാണുമെന്ന് വെച്ചാൽ തന്നെ കറുപ്പാണ്. ഉമ്മ, നിങ്ങളും മോനും ഇന്നിങ്ങനെ വെറുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ നിറം കത്തത് എന്റെ കുറ്റാണുമ്മ. ഇക്കെന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴും ഈ നിറത്തിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ മകൻക്ക് പറ്റിയൊരു തെറ്റ്, അതാണല്ലോ ഈ ഞങ്ങളെ തലയിലായത്. പിന്നെ എന്നോടൊരു കാര്യം പറയാണ്ട്. ഇന്റെ മോന്റെ ഒരു കാര്യം നോക്കണ്ട. ഇന്റെ മോന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കൊണ്ട്. ഇന്റെ മകന്റെ കൺവെട്ട തന്നെ വന്നു പോവരുത്, പറഞ്ഞില്ലാന്ന് വേണ്ട എന്നോട്. അനക്കൊന്ന് പോയി ചത്തൂടടി, മോശം. മോന്റെ കണ്ടാലും മതി. പഠിച്ചോന് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്റെ നിറം പോയത് ഞാൻ ചെയ്ത തെറ്റാണ് നാഥ. ഇങ്ങനെ എന്നോട് ഉറപ്പും കാട്ടാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തു? മോളെ, നീ ഇങ്ങനെ കരയണ്ട മോളെ. നിനക്ക് നിന്റെ വീട്ടിൽ പോയിക്കൂടെ? ഇവരെ ക്രൂരത ഇങ്ങനെ സഹിച്ചു നിക്കണം മോളെ. ഇത് പണ്ടത്തെ കാലൊന്നല്ലല്ലോ എല്ലാം സഹിച്ചിങ്ങനെ നിക്കാന്. നീ നിറയില്ലാത്തതേ നിന്റെ കുറ്റാണ്. അങ്ങനെ ഇപ്പൊ ലോകത്ത് എത്ര പേരുണ്ട് നിറയില്ലാത്തത്? എല്ലാരും വെളുത്തോരല്ലല്ലോ മോളെ. ഇവരെ പ്രശ്നം വേറെ എന്താണ്? മോളെ ഉമ്മാനെ വിളിച്ചിട്ട് മോളെ വീട്ടിൽ പോയിക്കോ. മോള് ഇനി ഇവിടെ എല്ലാം സഹിച്ചു നിന്നിട്ടുണ്ടെങ്കിലേ മോളെ കൊല്ലാതെ കൊല്ലും ഈ ഇമ്മി മോനും. മോള് എന്ത് വേണമെന്നുള്ളതേ നല്ലോണം ആലോചിച്ചൊരു തീരുമാനം എടുക്ക. ഇത്തന്നെ പോയി. ഈ ഉരുവന്റെ പാത്രം എവിടെയാണ് കെടുക്കണത്? ഈ നാശം കുടിച്ചോളി, എവിടെയാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കണത്? ഈ കാണിച്ചു കൊടുക്കോളന്ന് ഞാൻ. മോള് ഇനി ഇവിടെ എല്ലാം സഹിച്ചു നിന്നിട്ടുണ്ടെങ്കിലേ മോളെ കൊല്ലാതെ കൊല്ലും ഈ ഇമ്മി മോനും. അല്ലടി, എന്താ ഇപ്പൊ മഹാറാണിനെ പോലെ റൂമിൽ ഇങ്ങനെ കുത്തിരിക്കുകയാണ് ജി?
മര്യാദക്ക് വന്നിട്ടേ അടുക്കള കയറി വല്ല പണി എടുത്തേച്ചി. ഓ ഒക്കെ എന്റെ കറുത്ത മോന്ത കാണുമ്പത്തിന് അരിച്ചു കയറുകയാണ്. നാശം. അനക്കൊന്ന് പോയി ചത്തൂടടി. നാശം. മോന്ത കണ്ടാലും മതി. മോളെ ഒരിക്കലും ഞാൻ മരിക്കൂല. ഇവരുടെ മുന്നിൽ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും. ശരീരത്തിന് ഈ മുഖത്തിനെ പറ്റി എത്രത്തോളം അവമാനിച്ചിട്ടുണ്ട്. അവരുടെ മുന്നിൽ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ചെയ്യും. ഇവര് പറഞ്ഞത് കേട്ടിട്ട് ഇനി ശ്രീകാലം കഷ്ടപ്പെട്ട് വളർത്തി മനം പനിയോട്ട് പെട്ടെന്ന് ഞാൻ പോകും. ജീവിച്ച് കാണിച്ചു കൊടുക്കണത് ഒരു മുന്നിൽ. ഹലോ മോനെ, ഈ എവിടെയാണ്? ഇജിത് വല്ലതും അറിയണ്ട? ഇജ് ഇവിടുന്ന് രാവിലെ കൊണ്ട് പോയതല്ലേ? എന്റെ കൊച്ചു മഹാറാണിയെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടില്ല. എന്ത് കണ്ടിട്ടാണ് ആ റൂമിൽ ഇങ്ങനെ കുത്തിരിക്കണത്? അതെ, ഞാൻ എന്റെ വീട്ടിൽ പോവുകയാണ്. നിങ്ങളെ മോൻ വരുമ്പോ പറഞ്ഞാണ്ടി. ഇജ് കേട്ടില്ലടാ എന്റെ പെണ്ണുങ്ങള് പറഞ്ഞത്? ഓള് ഇവിടുന്ന് പോവുകയാണ്. ഇജ് എവിടെയാണ്? ഇജ നിങ്ങോട്ട് വേവാ. അന്റെ ഈ കാക്കകറുപ്പ് നിറങ്ങോണ്ടേ എനിക്ക് എന്റെ മകനെ കിട്ടിയാൻ എന്റെ വലിയ ഭാഗ്യം. എനിക്ക് വേറെ ഏത് കോന്തനടി കിട്ടുങ്ങി? അതിനെല്ലാവരും നിങ്ങളെപ്പോലെ മുഖത്ത് സൗന്ദര്യം നോക്കി സ്നേഹിക്കുന്നവരാണെന്ന് കരുതി നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ കെട്ടിത്തൊങ്ങി ചത്താളാന്ന്? കെട്ടിത്തൊങ്ങി ചാവേണ്ടതേ ഞാനല്ല, നിങ്ങളെ ദുഷിച്ച മനസ്സ് വെച്ച നിങ്ങളെ മോനും ആണ് കെട്ടിത്തൊങ്ങി ചാവേണ്ടത്. ഡീ അലറണ്ട നിങ്ങൾ തള്ളാൻ. മുഖത്തെ നിറത്തിനെക്കാട്ടിയേ മനസ്സിലെ നിറാണ് നോക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കി അത്രയും നന്ന് തള്ളാൻ. നിങ്ങളും മോനും ഉണ്ടല്ലോ വെള്ളം കിട്ടാതെ നരകിച്ച് ചാവും തള്ളാൻ. നിങ്ങൾ എന്താ കരുതിയത് പെണ്ണ് നിങ്ങൾക്ക് തട്ടി കളിക്കാൻ പറ്റി കളിപ്പാവേണെന്നാ? നിങ്ങളെ കുറച്ചു മുന്നങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? അറപ്പ് തോന്നും കെട്ടിത്തൊങ്ങി ചാവടിന്ന്. ഇത് നിങ്ങളെ കാണുമ്പോഴാണ് പറപ്പ്. നിങ്ങളെ മനസ്സും നിങ്ങളെ മുഖം കാണുമ്പോഴാണ് കറപ്പ്. ഒരിക്കലും സൗന്ദര്യത്തിനെ പറ്റിയിട്ട് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങളെ ദുഷിച്ച മനസ്സുണ്ടല്ലോ അത് കാണുമ്പോ തന്നെ എനിക്ക് ശബ്ദിക്കാൻ തോന്നുന്നു. കെട്ടിത്തൊങ്ങി ചാവേണ്ടത് ഞാനല്ല, മോനെ പറഞ്ഞയച്ചിന്നല്ല രാവിലെ ചായയും കൊടുത്തിട്ട് ആ മോൻ വരുമ്പോഴേ ഒരു കയറെടുത്തു കൊടുത്താണ്ടി കെട്ടിത്തൊങ്ങി ചാവ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും നശിച്ചൊരു മോനെ വളർത്തിയിട്ട് ഒരു നിമിഷേ നിങ്ങളാ വാക്കും കേട്ടിട്ടേ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിരുന്നു. പക്ഷെ പിന്നൊക്കെ തോന്നിയത് നിങ്ങൾക്ക് നിങ്ങളെ മോനക്കും വേണ്ടിയിട്ടേ ഞാൻ എന്തിനെന്റെ ജീവൻ കളയുന്നത്? അതിലേറ്റവും നല്ലത് നിങ്ങളെ മോനെ കൊല്ലണതാണ്. അല്ലെങ്കിൽ ഇന്നെപ്പോലെ ഒരു പെണ്ണിന്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കും. നിങ്ങളെ പുച്ഛിച്ച് തള്ളിയേ ഈ മുഖം വെച്ചിട്ട് തന്നെ ഞാൻ നല്ല അന്തസ്സോടെ ജീവിക്കും. പണത്തിനു വേണ്ടി എന്തു ചെയ്യാൻ മടിക്കാത്ത നിങ്ങളെ മോനൊക്കെ ഒരു മനുഷ്യനാണ്. നിങ്ങളെ മോനോട് പറഞ്ഞാണ്ടി ഞാൻ പോയി എന്നുള്ളത്.